നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. കുന്നംകുളത്ത് നടക്കുന്ന സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിനിടെ സംഘർഷം. കലോത്സവം നടക്കുന്ന കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് കൂട്ടമായി എത്തിയ വിദ്യാർത്ഥികൾ ഇരുചേരികളായി തിരിഞ്ഞ് ഏറ്റുമുട്ടിയത് കഴിഞ്ഞ രാത്രി 11:30-ഓടെ. നിരവധി വിദ്യാർത്ഥികൾക്കും ഒരു പോലീസുകാരനും പരിക്ക്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം. കോട്ടായിയിൽ കാൽനടയാത്രികയായ വയോധിക ബൈക്കിടിച്ചു മരിച്ചു. മരിച്ചത് പുളിനെല്ലി കല്ലേക്കാട് സ്വദേശിനി കല്യാണി. അപകടം വെള്ളിയാഴ്ച വൈകിട്ട്. പ്രശസ്തിയിൽ നിന്നും പുരസ്കാരങ്ങളിൽ നിന്നും മുഖം തിരിച്ചു നടന്ന സമ്പൂർണ്ണ കലാകാരനായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് സംവിധായകൻ ലാൽ ജോസ്. ഒടുവിൽ എളിമയുടെ സ്നേഹസ്മരണ. കേരളശ്ശേരിയിൽ ഒടുവിൽ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ 18ാമത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അനുസ്മരണം. വവ്വാലുകളുടെ ഭീകരതയിൽ ദേശമംഗലം പള്ളത്തെ ഒരു പ്രദേശം. വീടൊഴിഞ്ഞു പോകേണ്ട ഗതികേടില്ലെന്ന് വയോധിക ദമ്പതികൾ. ആയിരക്കണക്കിന് വവ്വാലുകൾ താവളമാക്കിയിരിക്കുന്നത് ഇവരുടെ ഒരേക്കർ പുരയിടം. നിപ്പ പോലുള്ള മാരക രോഗങ്ങൾ പിടിപെടുമെന്ന ആശങ്കയിൽ സമീപവാസികൾ. വാർത്തകൾ വിശദമായി. കുന്നംകുളം കീഴൂർ പോളിടെക്നിക്കിൽ നടക്കുന്ന സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിനിടെ സംഘർഷം. ഇന്നലെ രാത്രി 11:30-ഓടെയാണ് സംഘർഷമുണ്ടായത്. കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് കൂട്ടമായെത്തിയ വിദ്യാർത്ഥികൾ രണ്ടു ചേരികളായി തിരിഞ്ഞ് കോളേജിന് മുന്നിലെ റോഡിൽ ഏറ്റുമുട്ടുകയായിരുന്നു. സംഘർഷത്തിൽ കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർക്കും വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. സംഘർഷ സമയത്ത് പോലീസുകാരുടെ എണ്ണം കുറവായിരുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയതോടെയാണ് രംഗം ശാന്തമായത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സംഭവസ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടായിയിൽ കാൽനടയാത്രികയായ വയോധിക ബൈക്കിടിച്ചു മരിച്ചു. കോട്ടായി പുളിനെല്ലി കല്ലേക്കാട് ചമ്പക്കുളങ്ങര പരേതനായ കണ്ടമുത്തന്റെ ഭാര്യ 85 വയസ്സുള്ള കല്യാണിയാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് പുളിനെല്ലി റോഡിലാണ് അപകടം. നടന്നുപോവുകയായിരുന്ന കല്യാണിയെ പിന്നിൽ നിന്ന് വന്ന ബുള്ളറ്റ് ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു. ഉടനെ കോട്ടായിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരിച്ച കല്യാണിക്ക് 85 വയസ്സ് പ്രായമുണ്ട്. മക്കൾ രാജൻ, പാഞ്ചാലി, പാർവതി, വള്ളി ദേവകി. മരുമക്കൾ മണി, പി മണി, ഹരികൃഷ്ണൻ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രശസ്തിക്കും പുരസ്കാരങ്ങൾക്കും പിറകെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്ത കലാകാരനായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് സംവിധായകൻ ലാൽ ജോസ്. കേരളശ്ശേരിയിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ലാൽ ജോസ്. കേരളശ്ശേരി ഒടുവിൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ 18ാമത് അനുസ്മരണമാണ് സംഘടിപ്പിച്ചത്. താരജാടകളില്ലാതെ മനുഷ്യസ്നേഹത്തിന്റെ നന്മ പകർന്ന അതുല്യ നടനായിരുന്നു ഉണ്ണികൃഷ്ണനെന്ന് സംവിധായകൻ ലാൽ ജോസ് അനുസ്മരിച്ചു. കലാകാരനെന്ന നിലയിലുള്ള സംഭാവനകളാണ് അദ്ദേഹം സ്മരിക്കപ്പെടാൻ കാരണം. സമ്പന്നരായ നടന്മാർ പലരും വിസ്മൃതരായെങ്കിലും തന്റെ എളിമയാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നും ഓർക്കപ്പെടാൻ കാരണമെന്നും ലാൽ ജോസ് പറഞ്ഞു. എനിക്കറിയാം, വലിയ വലിയ മരിച്ചുപോയ ആളുകൾ മരിച്ചതിന്റെ അടുത്ത കൊല്ലം അവർക്ക് വേണ്ടിയിട്ട് 10 പേര് കൂടിയിട്ടില്ല. മരിച്ചതിന്റെ അടുത്ത വർഷം, അടുത്ത വർഷങ്ങൾക്ക് ശേഷം ഉണ്ണിയേട്ടൻ മരിച്ചപ്പോ ജനിച്ച കുട്ടിക്ക് 18 വയസ്സായി. ഇദ്ദേഹം മരിച്ച വർഷം ജനിച്ച കുട്ടിക്ക് 18 വയസ്സായി. നടന്മാര് കുറച്ച് ഭാഗ്യവാന്മാരാണ്. കാരണം അവരുടെ മുഖങ്ങളാണ് ഓർക്കുന്നത്. എപ്പോഴെങ്കിലും TV-യിലോ പഴയ സിനിമ ടെലികാസ്റ്റ് ചെയ്യുമ്പോഴോ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് ട്രെൻഡിങ്ങായി മാറുന്ന എന്തെങ്കിലും ഡയലോഗിന്റെ പേരിലൊക്കെ ആളുകൾ ഓർമ്മിക്കപ്പെടും, അവരുടെ മുഖങ്ങൾ ഓർമ്മിക്കപ്പെടും. പക്ഷെ എനിക്ക് ഉണ്ണിയേട്ടന്റെ സമകാലീനനായിരുന്ന ഉണ്ണിയേട്ടന്റെ അത്ര തന്നെ ഉണ്ണിയേട്ടനേക്കാൾ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഉണ്ണിയേട്ടനേക്കാൾ സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഗംഭീര നടനായിട്ട് അദ്ദേഹം മരിച്ചിട്ട് ആ വീട്ടിൽ അന്ന് ഞാൻ ദൂരെ എവിടെയായിരുന്നു മരിച്ചത് അറിഞ്ഞിട്ട് ഞാൻ ആ വീട്ടിൽ രാത്രി നടക്കുന്നത്. അന്നേരം പ്രമേഷനും പകല് നടന്നത് ഞാൻ രാത്രിയാണ് ചെന്നത്. അല്ലല്ല, പിറ്റേ ദിവസം രാവിലെയാണ് പ്രമേഷൻ. ഞാൻ തലേന്ന് രാത്രി ബോഡി കാണാൻ വേണ്ടി ഞാൻ. അപ്പോൾ
മകൻ എന്നോട് പറഞ്ഞു, സമാധാനമായി, ധാരാളം വരുന്ന എനിക്ക് അറിയായിരുന്നു, നിങ്ങൾ മാത്രമാണ് സിനിമയെന്ന് പറഞ്ഞത്. ഒടുവിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് CR സജീവ് അധ്യക്ഷത വഹിച്ചു. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ, ഒടുവിൽ ഫൗണ്ടേഷൻ സെക്രട്ടറി KE പത്മകുമാർ, YN ജയഗോപാലൻ, സദനം ശ്യാമളൻ, മോഹൻദാസ് മുണ്ടഞ്ചേരി, ഗായകൻ NM ശ്രീഹരി, ഒടുവിലിന്റെ പത്നി പത്മജ എന്നിവർ സംസാരിച്ചു. കേരളശ്ശേരിയിൽ സ്ഥാപിച്ച ഒടുവിൽ സ്മാരക സാംസ്കാരിക കേന്ദ്രവും ലാൽ ജോസ് സന്ദർശിച്ചു. സ്മാരകത്തിലെ വായനശാലയിലേക്ക് നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം സംഭാവന ചെയ്തു. ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ടെന്ന് പ്രസിഡന്റ് സജീവ് പറഞ്ഞു. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ഇവിടെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്നുകൊണ്ടാണ് ഒടുവിൽ ഫൗണ്ടേഷൻ രൂപം കൊടുത്തത്. നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ദേശമംഗലം പള്ളത്ത് വവ്വാലുകളുടെ ശല്യം മൂലം വയോധിക ദമ്പതികൾ വീടൊഴിഞ്ഞു പോകേണ്ട ഗതികേടിൽ. ഒരേക്കറോളം വിസ്തൃതിയുള്ള ഇവരുടെ പുരയിടത്തിലെ മരങ്ങളെല്ലാം വവ്വാലുകൾ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. നിപ്പ പോലുള്ള മാരക രോഗങ്ങൾ പടരുമെന്ന ആശങ്കയിലാണ് സമീപത്തെ മറ്റു കുടുംബങ്ങൾ. മാസങ്ങളോളമായി ഇവർ മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട്. ഭക്ഷ്യധാന്യങ്ങളില്ലാത്തതുകൊണ്ടല്ല, വവ്വാലുകളുടെ കാഷ്ടവും മൂത്രവും മൂലം അസഹ്യമായ ഗന്ധമാണിവിടെ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പലപ്പോഴുമെന്ന് ഇവർ പറയുന്നു. ദേശമംഗലം 8-ാം വാർഡിൽ ഉൾപ്പെട്ട പള്ളം ആനങ്ങാട്ടുവളപ്പിൽ നാരായണൻകുട്ടി നായരുടെയും ജാനകിയമ്മയുടെയും 1.5 ഏക്കർ പുരയിടത്തിലെ മരങ്ങളിലാണ് 2 മാസങ്ങൾക്ക് മുമ്പ് വവ്വാലുകൾ കൂട്ടമായെത്തി സ്ഥിരതാമസമാക്കിയത്. ആദ്യം വീടിന് മുന്നിലുള്ള വലിയ പൂമരത്തിലാണ് വവ്വാലുകൾ എത്തിയത്. പിന്നീട് വളപ്പിലെ റബ്ബർ മരങ്ങളും ഇവ കീഴടക്കി. വവ്വാലുകൾ പെരുകിയതോടെ ദുരിതം തുടങ്ങി. പാതയോരത്തെ വൃക്ഷങ്ങളിലും ഇവ താവളമാക്കിയതോടെ വഴിയാത്രക്കാരും ദുരിതത്തിലായി. രാത്രികാലങ്ങളിൽ കലപില കൂട്ടുന്ന വവ്വാലുകൾ ഉറക്കവും നഷ്ടപ്പെടുത്തുകയാണ്. അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. വനം വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചെങ്കിലും അവർ സ്ഥലം സന്ദർശിച്ച് മടങ്ങുക മാത്രമാണ് ചെയ്തത്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ആരെ കാണണമെന്നാണ് ഈ വയോധികർ ചോദിക്കുന്നത്. വവ്വാല് കാരണം നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ശല്യം. വഴി നടക്കാൻ പറ്റില്ല, മുറ്റത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെയുള്ള ആകെ ഇതായി. എന്നിട്ട് ഞങ്ങൾ പഞ്ചായത്തിലൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നൊരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് വന്നു എന്നറിഞ്ഞതാണ്. ഇനിയിപ്പോൾ മരമൊക്കെ മുറിക്കണമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അതിനൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിൽ കൊടുത്തപ്പോൾ അവർ പറയണത് വനം വകുപ്പിലേക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് പറയണത്. അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ മരം ഒക്കെ കച്ചവടമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. പാമ്പും കാവും ഒക്കെ ധാരാളം ഇലകളുള്ള മരങ്ങളുടെ ഉള്ളിലാണ് ഇവർ താമസം ഇതായിട്ട് കൂടുതൽ വരിക. അപ്പോൾ അങ്ങനെ ഉമ്മറത്തിന് നേരെ ധാരാളം മരങ്ങളുള്ളതൊക്കെ ഇലകൾ ധാരാളമുള്ള മരങ്ങളൊക്കെ മുറിക്കാമെന്നുള്ള പ്ലാനിലേക്ക് പറ്റിയത്. വവ്വാലുകളുടെ ശല്യം മൂലം കിണർ മൂടിയിട്ടിരിക്കുകയാണ്. ഇതിന് വലിയ സംഖ്യ ചെലവഴിച്ചു. നിപ്പ പോലുള്ള പകർച്ചവ്യാധികൾ പടരുമോ എന്ന ആശങ്ക ഇവർക്കും സമീപവാസികൾക്കുമുണ്ട്. 15ഓളം കുടുംബങ്ങളുണ്ട് ഈ മേഖലയിൽ. വവ്വാലുകളുടെ ശല്യം തടയാൻ എന്തെങ്കിലും നടപടിയുണ്ടാകണമെന്ന അഭ്യർത്ഥനയാണ് ഇവർക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പറളിയിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 40ാമത് ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. നവംബർ 19-നാണ് സമ്മേളനം. സ്വാഗത സംഘം രൂപീകരണ യോഗം പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. എടത്തറ SNDP ഹാളിലാണ് സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നത്. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജയറാം വാഴക്കുന്നം അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മുദ്രാഗോപി മുഖ്യപ്രഭാഷണം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറളി യൂണിറ്റ് പ്രസിഡന്റ് നാരായണൻകുട്ടി സമ്മേളന പോസ്റ്റർ പ്രകാശനം ചെയ്തു. സംസ്ഥാന വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, ക്ഷേമനിധി കോർഡിനേറ്റർ ബാബു അലിയാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം തനീഷ് എടത്തറ, CPM പറളി ലോക്കൽ സെക്രട്ടറി PC അശോക് കുമാർ, BJP മണ്ഡലം പ്രസിഡന്റ് അജിത് കുമാർ, പഞ്ചായത്ത് അംഗം സതീഷ്,
രാമചന്ദ്രൻ മലമ്പുഴ, ബാലകൃഷ്ണൻ എടത്തറ എന്നിവർ പ്രസംഗിച്ചു. സംഘടനയുടെ 40ാം ജില്ലാ സമിതി നമുക്കറിയാം, ബാല്യവും കൗമാരവും കടന്ന് യൗവനം കടന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഘടന കേരളത്തിൽ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ സംഘടനയ്ക്ക് ബീജാപാപം ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലും ഒരു സംഘടനാ രൂപം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പ്രകാശ് സൂര്യ സ്വാഗതവും ട്രഷറർ ഉണ്ണി ഡിസയർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ജമാഅത്തെ ഇസ്ലാമി പത്രിപ്പാല യൂണിറ്റും ഡയലോഗ് സെന്റർ കേരളയും സംയുക്തമായി പെരുന്നാൾ സൗഹൃദ സംഗമം നടത്തി. മൗണ്ട് സീന സിഇഒ കെ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂളിലാണ് പെരുന്നാൾ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത്. ഡയലോഗ് സെന്റർ കേരള അംഗം ഡോക്ടർ സക്കീർ ഹുസൈൻ ഈദ് സന്ദേശം കൈമാറി. ജമാഅത്തെ ഇസ്ലാമി ഒറ്റപ്പാലം ഏരിയ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ പത്തിരിപ്പാല അധ്യക്ഷത വഹിച്ചു. ഫാത്തിമ സന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. നൂറുകണക്കിന് ആളുകൾ സംഗമത്തിൽ പങ്കെടുത്തു. മൗണ്ട് സീന പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ വിനോദ്, ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പാൾ ജുമാന, ശോഭിൻ, വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. സൊസൈറ്റിയെ ഏറ്റവും കരുത്തുള്ളതാക്കാനുള്ള കൊച്ചു കൊച്ചു ഇതുപോലെയുള്ള കൂട്ടായ്മകളും സൗഹൃദ പരിപാടികളൊക്കെ എല്ലാവിധ ആഘോഷ സന്ദർഭങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഫെബിന സ്വാഗതവും സി എ റഹീമ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. മയിൽവാഹനം ഓഡിറ്റോറിയത്തിലായിരുന്നു സദസ്സ്. SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയവരെയും LSS USS ജേതാക്കളെയും നഗരസഭാ പരിധിയിലെ വിവിധ റാങ്ക് ജേതാക്കളെയും 100% വിജയം നേടിയ സ്കൂളുകളെയുമാണ് അനുമോദിച്ചത്. അനുമോദന സദസ്സ് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. അറിവുകളെ തേടി എത്തുന്നവർ, അന്വേഷിക്കുന്നവർ വലിയ മുന്നേറ്റം കുറിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി സമൂഹമാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്ന് കാണാൻ സാധിക്കും. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ചുണ്ടാക്കുന്നത് തന്നെയാണ് A+. അത് രാവും പകലും എന്നപോലെ. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു അധ്യക്ഷത വഹിച്ചു. കലാകായിക വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, ഫാത്തിമത്ത് ഫർസാന, പി ജിഷ, കൗൺസിലർ EP നന്ദകുമാർ എന്നിവർ പ്രസംഗിച്ചു. വിജയികൾക്കുള്ള മൊമെന്റോ ചെയർമാൻ MK ജയപ്രകാശ് സമ്മാനിച്ചു. നഗരസഭാ സെക്രട്ടറി PS രാജേഷ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആരാധകരുടെ സ്വന്തം വിജയ് 50ാം പിറന്നാളിന്റെ നിറവിലാണ്. കേരളത്തിൽ അത്രയേറെ ആരാധകരുള്ള ഒരു അന്യഭാഷാ നടനാണ് വിജയ്. കള്ളക്കുറിച്ചി മദ്യദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പിറന്നാൾ ആഘോഷങ്ങൾ ഒഴിവാക്കാൻ ആരാധകരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് താരം. മറ്റൊരു താരത്തിനും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത സ്വീകാര്യതയാണ് വിജയ്ക്ക് കേരളത്തിൽ ലഭിക്കുന്നത്. അദ്ദേഹത്തെ മലയാളികൾ വിളിക്കുന്നത് പോലും കേരളത്തിന്റെ ദത്തുപുത്രൻ എന്നാണ്. വിജയ് സിനിമ റിലീസ് ചെയ്താൽ അത് കേരളത്തിലും ഒരാഘോഷമാണ്. വിജയ് സിനിമകളോടുള്ള മലയാളികളുടെ സ്നേഹം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അദ്ദേഹത്തിലെ മാസ് ഹീറോയുടെ ഉദയത്തിനു മുമ്പ് തന്നെ മലയാളികൾ വിജയ് സിനിമകളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരുന്നു. റൊമാൻറ്റിക് ചിത്രമായ തുള്ളാത മനവും തുള്ളും 100 ദിവസത്തിലധികമാണ് കേരളത്തിൽ പ്രദർശിപ്പിച്ചത്. ഖുഷിയും ഗില്ലിയുമെല്ലാം അതാത് ഗ്രാമങ്ങളിലെ ടോപ്പ് ഗ്ലോസറുകളായിരുന്നു. 100 ദിവസത്തിലധികം പ്രദർശിപ്പിച്ച പോക്കിരി സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായി 7 കോടിയോളം രൂപയാണ് നേടിയത്. വിജയുടെ പഞ്ച് ഡയലോഗുകളും കിടിലൻ പാട്ടുകളുമെല്ലാം യുവാക്കൾക്കിടയിൽ ട്രെൻഡാണ്. വിജയ് സിനിമകൾക്ക് കേരളത്തിൽ ഈ സ്വീകാര്യതയാണെങ്കിൽ വിജയ് തന്നെ കേരളത്തിലേക്ക് വന്നാലോ? ഗോട്ട് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി വിജയ് തിരുവനന്തപുരത്ത് വന്നപ്പോഴുണ്ടായ ജനത്തിരക്ക് തന്നെ അതിനുള്ള മറുപടി. കള്ളക്കുറിച്ചി മദ്യദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ തൻ്റെ 50ാം പിറന്നാൾ ആഘോഷങ്ങൾ ഒഴിവാക്കാൻ ആരാധകരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് താരം. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൻ്റെ ഇരകളായി ആശുപത്രിയിൽ കഴിയുന്നവരെ അദ്ദേഹം സന്ദർശിച്ചിരുന്നു. വിവിധ ആശുപത്രികളിൽ കഴിയുന്ന ആളുകൾക്കാണ് ആശ്വാസവുമായി വിജയ് എത്തിയത്. ചികിത്സയിൽ കഴിയുന്ന ഓരോരുത്തരുടെയും അടുത്തെത്തി ആരോഗ്യത്തെക്കുറിച്ച് ആരാഞ്ഞു. തമിഴ്നാട്ടിലും കേരളത്തിലും ജന്മദിനം ആഘോഷിക്കാനായി വലിയ സജ്ജീകരണങ്ങളായിരുന്നു ആരാധകർ ഒരുക്കിയിരുന്നത്. എന്നാൽ ആഘോഷങ്ങൾ ഒഴിവാക്കാൻ ആരാധകരോട് വിജയ് അഭ്യർത്ഥിക്കുകയായിരുന്നു.
അതേസമയം ചില സംഘടനകളുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടെ ജന്മദിനം ആഘോഷിച്ചു. തമിഴകം വെട്രി കഴകം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി. മലമ്പുഴ കൃപാസദൻ വൃദ്ധമന്ദിരത്തിൽ പ്രഭാത ഭക്ഷണം നൽകിക്കൊണ്ടാണ് ജന്മദിനാഘോഷ പരിപാടികൾ ആരംഭിച്ചത്. സിസ്റ്റർ സാവിയോ ഉദ്ഘാടനം ചെയ്തു. വെട്രി കഴകം ജില്ലാ പ്രസിഡന്റ് എ കാജ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ആലത്തൂരിൽ വൃക്കരോഗിക്ക് സംഘടന ചികിത്സാ സഹായം നൽകി. കൊല്ലങ്കോട് വൃദ്ധമന്ദിരത്തിലെ അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണവും ഒരുക്കി. നെന്മാറ പഴയ ഗ്രാമം LNUP സ്കൂളിലെ 50 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സേവാഭാരതി പെരിങ്ങോട്ടുകുറിശി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യോഗാദിനം ആചരിച്ചു. റിട്ടയർഡ് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ വിവേകാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകുറിശി പിലാപ്പുള്ളി 3 സ്റ്റാർ ഓഡിറ്റോറിയത്തിലാണ് സേവാഭാരതി പെരിങ്ങോട്ടുകുറിശി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യോഗാദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. റിട്ടയർഡ് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ വിവേകാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ചന്ദ്രിക ഗിരീഷ്, സെക്രട്ടറി പാരിജാക്ഷൻ, മുരളി മണ്ണിൽ, കനകൻ, ജിജി പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ പരുത്തിപ്ര GUP സ്കൂളിൽ യോഗാദിനം ആചരിച്ചു. പ്രധാനാധ്യാപിക ഉഷ, ഷരീഫ് മാസ്റ്റർ എന്നിവർ യോഗാദിനത്തെക്കുറിച്ച് വിശദീകരിച്ചു. റിനി ടീച്ചർ യോഗ ക്ലാസ് എടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളത്ത് നടക്കുന്ന സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിനിടെ സംഘർഷം. കലോത്സവം നടക്കുന്ന കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് കൂട്ടമായെത്തിയ വിദ്യാർത്ഥികൾ ഇരുചേരികളായി തിരിഞ്ഞ് ഏറ്റുമുട്ടിയത് കഴിഞ്ഞ രാത്രി 11:30-ഓടെ. നിരവധി വിദ്യാർത്ഥികൾക്കും ഒരു പോലീസുകാരനും പരിക്ക്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം. കോട്ടായിയിൽ കാൽനടയാത്രികയായ വയോധിക ബൈക്കിടിച്ചു മരിച്ചു. മരിച്ചത് പുളിനെല്ലി കല്ലേക്കാട് സ്വദേശിനി കല്യാണി. അപകടം വെള്ളിയാഴ്ച വൈകിട്ട്. പ്രശസ്തിയിൽ നിന്നും പുരസ്കാരങ്ങളിൽ നിന്നും മുഖം തിരിച്ചു നടന്ന സമ്പൂർണ്ണ കലാകാരനായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് സംവിധായകൻ ലാൽ ജോസ്. ഒടുവിൽ എളിമയുടെ സ്നേഹസ്മരണ. കേരളശ്ശേരിയിൽ ഒടുവിൽ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ 18ാമത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അനുസ്മരണം. വവ്വാലുകളുടെ ഭീകരതയിൽ ദേശമംഗലം പള്ളത്തെ ഒരു പ്രദേശം. വീടൊഴിഞ്ഞു പോകേണ്ട ഗതികേടില്ലെന്ന് വയോധിക ദമ്പതികൾ. ആയിരക്കണക്കിന് വവ്വാലുകൾ താവളമാക്കിയിരിക്കുന്നത് ഇവരുടെ ഒരേക്കർ പുരയിടം. നിപ്പ പോലുള്ള മാരക രോഗങ്ങൾ പിടിപെടുമെന്ന ആശങ്കയിൽ സമീപവാസികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.